പ്രാഥമിക കണക്കല്ല. ഒന്ന്, ഈ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് തിരിച്ചിട്ടുള്ള കണക്കിനകത്ത് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പം ആ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഭൂരിപക്ഷം കുറയുമെന്ന് ചില അനാലിസിസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ബൂത്തിൽ നിന്ന് കിട്ടുന്ന കണക്ക്, ബൂത്തിൽ നിന്ന് എല്ലാ പോളിംഗ് ഓഫീസേഴ്സും സൈൻ ചെയ്ത് നമ്മൾ കൗണ്ടിംഗ് ഡേയിലേക്ക് പോകുമ്പം നമുക്ക് ഓരോ മിഷനിലും എത്ര വോട്ട് പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു കണക്കുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ കൗണ്ടിംഗ് ഡേയിൽ വെരിഫൈ ചെയ്യുന്നത്. ആ ഫോം നമ്മൾ പരിശോധിച്ചു. ആ ഫോം പരിശോധിക്കുമ്പോൾ നല്ല വ്യത്യാസം നിങ്ങൾ പറയുന്ന കണക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ടോട്ടൽ പെർസെന്റേജിൽ വ്യത്യാസമില്ല. പക്ഷെ നിങ്ങൾ പറയുന്ന കണക്ക് പ്രകാരം മാധ്യമങ്ങൾ വന്ന കണക്ക്, അത് എനിക്കൊന്ന് PRDയുടെ സോഴ്സിനൊന്ന് തെറ്റുപറ്റിയതാണ്. ആ കണക്ക് പ്രകാരം മുനിസിപ്പാലിറ്റിയിൽ വോട്ട് കൂടുകയും പഞ്ചായത്തുകൾ കുറയുകയാണ് ചെയ്തത്. പക്ഷേ യഥാർത്ഥത്തിൽ പഞ്ചായത്തുകളിൽ വോട്ട് കൂടുകയും മുനിസിപ്പാലിറ്റിയിൽ വോട്ട് പെർസെന്റേജ് കുറയുകയുമാണ് ഉണ്ടായത്. അപ്പം ഇനി മുനിസിപ്പാലിറ്റിയിൽ തന്നെ വോട്ട് ഉയർന്നു നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം UDF കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വലിയ ആധിപത്യമുള്ള സ്ഥലങ്ങളാണ്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പം ഒരു കംഫർട്ടബിൾ മെജോറിറ്റി UDF കിട്ടുന്ന തരത്തിലാണ് നമുക്ക് കിട്ടുന്ന കണക്കുകളല്ല. അതിന്റെ കണക്കിന്റെ വിശദാംശങ്ങൾ 2 MPമാരുടെയും പത്രസമ്മേളനം നടക്കുന്നുണ്ട്. അതിപ്പോൾ അവർ ആക്ച്വൽ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പത്രസമ്മേളനം നടത്തുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഞാൻ പറയുന്നത് ശരിയല്ല, അവർ വിത്ത് ഡാറ്റ എന്നത് പറയുന്നത്. ഭൂരിപക്ഷം നമ്മൾ തുടക്കത്തിലൊക്കെ പറഞ്ഞിരുന്ന ഭൂരിപക്ഷം തന്നെ ഉണ്ടാകും. ഞാനൊരു ഭൂരിപക്ഷം പറഞ്ഞിട്ടില്ല, പക്ഷേ പാർട്ടി അനുമാനിക്കുന്ന ഭൂരിപക്ഷത്തിൽ നിന്ന് കുറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഇപ്പോൾ പോളിംഗ് കുറഞ്ഞാലും അതൊരിക്കലും UDF ബാധിക്കില്ല. ഇപ്പൊ ഞാൻ പോളിംഗ് ഡേയുടെ തലേദിവസം നിങ്ങൾക്ക് തന്ന ബൈറ്റുകൾ ഓർത്താൽ മതി. ഞാൻ പറഞ്ഞു, പോളിംഗ് കുറയുകയാണെങ്കിൽ BJPയോടുള്ള ഒരു ആന്റി വോട്ടുണ്ട് BJP പ്രവർത്തകർക്കിടയിൽ. അപ്പൊ ആ പ്രവർത്തകർക്ക് വന്ന് മറ്റൊരു പാർട്ടിക്കാരന് വോട്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ വോട്ടുകൾ കുറയും എന്ന് പറഞ്ഞിരുന്നു. അപ്പം റിസൾട്ട് വരുമ്പോഴും ഏതാണ്ട് അതങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രായരിയിൽ നമ്മുടെ പോക്കറ്റുകളിലെല്ലാം കൃത്യമായി പോളിംഗ് നടന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്ന പോക്കറ്റുകളിലെല്ലാം വളരെ കൃത്യമായ പോളിംഗ് നടന്നു. അതവരുടെ ആഗ്രഹമാണല്ലോ. അവർ ജയിക്കുമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, കോൺഗ്രസും UDF മൂന്നാമതാകണം എന്ന് പറയുന്നതാണ് അവരുടെ സമീപനം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് നേരത്തെ മനസ്സിലായതാ. നോക്കണം, LDFനോടുള്ള കരുതലൊന്ന് ആലോചിച്ച് നോക്കണം. LDF അത് ഇപ്പോഴാണല്ലോ പറയുന്നത്, ഇതുവരെ പറഞ്ഞില്ലല്ലോ. അപ്പൊ അത് പോട്ടെ, ഞാൻ പറഞ്ഞത് ഇപ്പം നാളെ വരെ അവരെല്ലാം പറഞ്ഞോട്ടെ. ഇപ്പൊ ഏതെങ്കിലുമൊക്കെ സ്ഥാനം തരുന്നുണ്ടല്ലോ അല്ലേ? നോട്ടയ്ക്ക് താഴെയൊന്നും ആക്കിയിട്ടില്ലല്ലോ ആരും അല്ലേ? അതുകൊണ്ട് LDF സെന്റിമെന്റേഴ്സിന്റെ വോട്ട് ഉറപ്പായിട്ട് കിട്ടും. LDF സെന്റിമെന്റേഴ്സിന്റെ വോട്ട് ഉറപ്പായിട്ട് കിട്ടും. കാരണം തെരഞ്ഞെടുപ്പിന് ശേഷം കുറെ കൂടെ റിലാക്സ്ഡ് ആയിട്ട് പറയുന്ന ആളുകൾ, കുറെ കൂടെ റിലാക്സ്ഡ് ആയിട്ട് ഇപ്പം CPMുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾ ഇന്നും ഇന്നലെയൊക്കെയായിട്ട് ഫോൺ വിളിച്ചു. അപ്പൊ അവര് പറയുന്ന ഒരു മെജോറിറ്റിയിൽ പോലും നമ്മൾ പറയുന്ന മെജോറിറ്റി തന്നെയാണ് അവർ പറയുന്നത്. അവരുടെ ആകെ ക്ലെയിം അവർ രണ്ടാമതെത്തും എന്നുള്ളതാണ്. ഈ പറയുന്ന നമ്മളെ ബന്ധപ്പെടുന്ന നേതാക്കന്മാർ പറയുന്ന ആകെ ക്ലെയിം അവർ രണ്ടാമതെത്തും എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ഒരു കാൻഡിഡേറ്റ് ആയതുകൊണ്ട് മാർജിൻ പറയാത്തതാണ്. പിന്നെ അവരൊക്കെ പറഞ്ഞോട്ടെ, തീർച്ചയായിട്ടും അത് എംപിമാര് പത്രസമ്മേളനം നടത്തുമ്പോൾ പറയും. അത് എംപിമാര് പത്രസമ്മേളനം നടത്തും പറയും. ആ എംപിമാര് പത്രസമ്മേളനം നടത്തുന്നുണ്ടല്ലോ. മാത്തൂർ ഉയർന്ന പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. മാത്തൂരിൽ ഇത്തവണ UDF അനുകൂലമായിട്ടുള്ള ഒരു നല്ല വേവ് ഉണ്ടായി. ആ വേവ് അനുകൂലമാകും. കഴിഞ്ഞ തവണ പാർലമെന്റിൽ ഉണ്ടായതിനേക്കാൾ ഭൂരിപക്ഷം അതിശക്തമായിട്ടുണ്ടല്ലോ. ഭരണവിരുദ്ധ വികാരം, അതായത് കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടുമുള്ള അതിശക്തമായിട്ടുള്ള വികാരം മണ്ഡലത്തിൽ നിലനിന്നിരുന്നു. ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് എത്തുമ്പോൾ മുനിസിപ്പാലിറ്റി ഭരണത്തിനെതിരായിട്ട് BJP പറയുന്നൊരു കാര്യം, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതോടെ BJPയിൽ വിഭാഗീയത അവസാനിക്കും, അവർ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് നേരിടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ BJPയുടെ പോക്കറ്റുകൾ ശക്തമായ പോളിംഗ് ഉണ്ടായി, അത് അവർക്ക് അനുകൂലമാകുമെന്നാണ് BJP. അപ്പോൾ അതുവരെ വിഭാഗീയത ഉണ്ടെന്ന് സമ്മതിച്ചു തന്നല്ലോ. അപ്പൊ അതിനുശേഷം പിന്നെ 3 ദിവസം ഉണ്ടായിരുന്നു. അതുവരെ വിഭാഗീയത ഉണ്ടെന്ന് അവർ സമ്മതിച്ചല്ലോ. ആ വിഭാഗീയതയിലാണ് പ്രവർത്തനം നടന്നതെന്ന് അവർ സമ്മതിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിനുശേഷം പിന്നെ ആകെ 3 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ പോലും മുതിർന്ന നേതാവിന് എന്റെ ഒരു കമന്റ് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേട്ടതിന് ശേഷമാണ് അതിനെപ്പറ്റി പറയുന്നത്. പക്ഷെ ആ വരവും ഗുണം ചെയ്തിട്ടുണ്ട്. അതിന്റെയും VS വിജയരാഘവനെ തള്ളി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ് വാർത്തയാകാൻ വേണ്ടി പറയല്ല. അദ്ദേഹം ഏത് പശ്ചാത്തലത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ ശ്രീ സന്ദീപിന്റെ അടക്കമുള്ള BJPയിൽ നിന്ന് ഒരാൾ വരുന്നതിന്റെ സ്വാഭാവികമായ ഗുണം, BJP വിട്ടൊരാൾ കോൺഗ്രസിലേക്ക് വരുന്നതിന്റെ സ്വാഭാവികമായ ഗുണം സെക്കുലർ ഫോഴ്സിനുടെ അദ്ദേഹം പറയുന്നത് BJP പറയുന്ന അതേ അഭിപ്രായമാണ്. സന്ദീപ് വന്നതോടുകൂടി അവിടുത്തെ പ്രശ്നങ്ങൾ കുറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, ഞാനത് പിന്നെ വിജയരാഘവനോട് തന്നെ സംസാരിച്ചോളാം. അപ്പം പിന്നെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് ഞാനും കൂടെ ഒന്ന് മനസ്സിലാക്കട്ടെ. അപ്പൊ ഞാൻ അല്ലാതെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ തന്നെ
പിന്നെ എവിടെ ന്യൂസ് 18 എവിടെ ന്യൂസ് 18 ഒരു വാർത്ത ഇന്നലെ വന്നു. അതായത് ന്യൂസ് 18 ഞാൻ കൊടുത്ത പ്രതികരണം അങ്ങേക്കല്ല, ഞാൻ കൊടുത്തൊരു പ്രതികരണം എന്ന് പറയുന്നത് പിന്നെ എന്നോട് ചോദിച്ചു, കാഷ്വൽ ചോദ്യമാണ്, പാലക്കാട് അല്ലായിരുന്നു മത്സരിക്കുന്നതെങ്കിൽ ആറന്മുളയാകുമായിരുന്നു മത്സരിക്കുന്നത്, പാലക്കാട് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ തോന്നുന്നു. അപ്പോ ഞാനതിന് പറഞ്ഞ മറുപടി, പാർട്ടി എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും മത്സരിക്കും. അതിനും പാർട്ടി എന്നോട് ഇപ്പൊ എവിടെയും മത്സരിക്കാൻ എന്നോട് ധർമ്മടത്ത് മത്സരിക്കാനാണ് പറഞ്ഞതെങ്കിൽ ഞാൻ അതും മത്സരിച്ചേനെ എന്നുള്ളതാണ്. ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ ഫൈറ്റ് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ അത് മത്സരിച്ചേനെന്ന് പറഞ്ഞു. പക്ഷെ വന്ന മറ്റേ ഈ അവിടെ ഓൺലൈൻ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഏതോ ഒരുത്തിന് എന്നോട് എന്തോ ഒരു താല്പര്യമില്ലായ്മയുണ്ട്. അവന്റെ സ്ഥിരമായിട്ടുള്ള കാർഡ് ഞാൻ കാണാറുണ്ട് ആ സുഹൃത്തിന്റെ. അപ്പൊ ആ കാർഡിൽ വന്നത്, ഇലക്ഷൻ ദിവസം വന്ന കാർഡ് എന്ന് പറയുന്നത് ധർമ്മടത്ത് മത്സരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ. അതായത് അപ്പൊ അതിന്റെ താഴെ CPM കൊടുത്തിരിക്കുന്ന ഇന്റർപ്രിട്ടേഷൻ, പാലക്കാട്ടെ പരാജയം സംഭവിച്ചു, ഇലക്ഷൻ ദിവസം ചെയ്ത ഒരു ചെയ്താണെന്ന് ആലോചിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനിപ്പോ പറയുന്ന കാര്യങ്ങളിൽ ഞാനിപ്പം പ്രതികരണം നടത്തുമ്പോഴേ ഞാനൊരു പൊതുപ്രവർത്തകനായി പ്രതികരണം നടത്തുകയും എഡിറ്ററായി ഇന്ന് ആലോചിക്കുകയും ചെയ്യേണ്ട അവസ്ഥയിപ്പോ. കാരണം ഈ എന്താണ് നിങ്ങൾ ഇത് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നതെന്നുള്ള ആലോചനയിലാണ് ഇപ്പോൾ മാധ്യമ സമ്മേളനം നടത്തേണ്ടി വരുന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, വിജയരാഘവേട്ടനെ തള്ളി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള വാർത്തയല്ല, അത് വിജയരാഘവേട്ടനുമായിട്ട് സംസാരിച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞത്. അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണല്ലോ, പാലക്കാടിന്റെ പൾസ് നന്നായി അറിയുന്ന നേതാവാണ്. അപ്പൊ അദ്ദേഹമായിട്ട് സംസാരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു ഇരട്ട വോട്ട് BJP ജില്ലാ പ്രസിഡന്റേതായിരുന്നു. അത് തടയാൻ മന്ത്രി തടയും എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ആരും കണ്ടില്ല. അത് തടയാൻ അവിടെ VK ശ്രീകണ്ഠൻ MPയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അല്ല, അത് പിന്നെ ഒരു കാൻഡിഡേറ്റിന് നമ്മൾ കൊടുക്കുന്ന, ഒരു കാൻഡിഡേറ്റിനോട് കാണിക്കുന്ന ചില മാന്യതകളുണ്ടല്ലോ. ഞാൻ ഏതെങ്കിലും കാൻഡിഡേറ്റിനെ മോശമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ കാലയളവിൽ ഇന്നലെ ഒരു കാൻഡിഡേറ്റ് എന്നെ പറ്റി പറഞ്ഞത് എനിക്ക് സ്ഥിരബുദ്ധി ഇല്ലാത്തയാളെന്ന്, പിന്നെ മുമ്പ് കുട്ടിക്കുരങ്ങനെന്ന് വിളിച്ചു. ഞാൻ നിങ്ങൾ ത്രൂ ഔട്ട് ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിനെതിരായിട്ട് ഞാൻ പറഞ്ഞു ഒരു മോശം പരാമർശം, അവർക്കെതിരായ വ്യക്തിപരമായി പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറയാനുണ്ട്, ഒരു മോശം കമന്റ് ഏതെങ്കിലും കാൻഡിഡേറ്റിനെ പറ്റിയിട്ട്. ഇനി ഇങ്ങനെ ഒരു ഇരട്ട വോട്ടിന്റെ വിവാദം വന്നപ്പോഴും ഞാൻ അതിനകത്ത് അമിതമായി കമന്റ് ചെയ്ത് നിങ്ങൾ കണ്ടു. അത് കാൻഡിഡേറ്റിനോട്, ഒരു കാൻഡിഡേറ്റ് മത്സരിക്കുകയാണല്ലോ, അപ്പൊ അദ്ദേഹം ഈ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഫേസ് ആയിട്ടാണ് മത്സരിക്കുന്നത്. ആ കാൻഡിഡേറ്റിന് കൊടുക്കേണ്ടുന്ന ഒരു കാൻഡിഡേറ്റ് വാല്യൂ ഉണ്ട്. അത് ഇലക്ഷനിലെ ഒരു ഡെമോക്രാറ്റിക് സ്പിരിറ്റാണ്. അത് ഞാൻ എപ്പോഴും മുന്നോട്ട്. കൈ കൊടുക്കുന്നതിൽ കാണിച്ചില്ല എന്നുള്ള നേരത്തെ പറഞ്ഞത്. അല്ല, കൈ കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ നിരവധി തവണ പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മൾ ഈ കൈ കൊടുക്കാം, രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, ഇപ്പം നമ്മളോട് നേരത്തെ തന്നെ എതിർത്ത് നിൽക്കുന്നത്, അപ്പൊ ഞാൻ പലതവണ ക്ലാരിറ്റി കൊടുത്തതാണ്. അന്ന് തന്നെ ശ്രീ MB രാജേഷിന് ഞാൻ കൈ കൊടുത്തു. ഏതാണ്ട് പിന്നെ MB രാജേഷ് എന്നെ ചേർത്ത് പിടിക്കുകയാണ്, നിങ്ങൾക്ക് ആ വിഷ്വൽസ് കാണുമ്പോൾ ചേർത്ത് പിടിക്കുന്ന രീതിയിലാണ് കൈ കൊടുത്തത്. പിന്നെ ഗോപിയേട്ടൻ എന്നെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. പക്ഷെ പ്രവർത്തകന്റെ ഒരു വികാരമുണ്ട്, ആ പ്രവർത്തകന്റെ വികാരം ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, അന്നുണ്ടായിരുന്നല്ലോ അല്ലേ, ഉണ്ടായിരുന്നു. അവിടെ ഉള്ള ആരെങ്കിലും ഇപ്പൊ ഉണ്ടോ? ഉണ്ട്, കൈ കൊടുക്കുന്നുണ്ട്. അപ്പം വാതിക്ക് വെച്ച് ഞങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ, വാതിക്ക് വെച്ച് കണ്ടില്ലേ? അന്നേരം കൈ തരാൻ എന്തെങ്കിലും ശ്രമം നടത്തിയായിരുന്നോ? ഇല്ല. വാതിക്കൽ വെച്ച് ഞങ്ങൾ കണ്ടിരുന്നു. ഇതൊക്കെയാ ഞാൻ ഈ തട്ടിപ്പുകൾക്ക് അതുകൊണ്ട് നിന്ന് കൊടുക്കില്ല എന്ന് പറഞ്ഞ് വാതിക്കൽ വെച്ച്. ഇപ്പൊ നമ്മളിപ്പം ഞാൻ നിങ്ങളെ കാണുമ്പോൾ എപ്പോഴാ കൈ തരിക? ഞാൻ ഇന്ന് ഗൂഗിളിനെ കണ്ടപ്പോൾ കൈ തന്ന എപ്പോഴാ? ഗൂഗിളിനെ ആദ്യം കണ്ടപ്പം. ഇപ്പം മീഡിയയുടെ ഒക്കെ മുന്നിൽ വെച്ച് ഹായ് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് കൈ തരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനത്തെ അഭ്യാസത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് മീറ്റിംഗിൽ കൈ തരാതെ കുറെ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് കൈ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ നിന്ന് കൊടുക്കണോ? ഈ അവസാന ദിവസം വന്ന പരസ്യം ഉണ്ടായിരുന്നല്ലേ സന്ധിവാരവുമായി ബന്ധപ്പെട്ട സിറാജിലേക്ക്, അത് ഏതെങ്കിലും വിധത്തിൽ വോട്ടുകളെ സ്വാധീനിച്ചിട്ടുണ്ടോ? വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്, UDF ഗുണപരമായിട്ട്. കാരണം ഈ എന്തെങ്കിലും LDF വേണ്ടി വോട്ട് ചെയ്യാൻ നിന്നിരുന്ന ഒരു ന്യൂനപക്ഷ സമുദായമെങ്കിലും ഉണ്ടെങ്കിൽ, LDF അനുഭാവികളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരും ഇതെന്തൊരു തട്ടിപ്പാണ്. നമുക്ക് ഈ പ്രഹസനമൊക്കെ മനസ്സിലാവുമല്ലോ. ഈ ജനം വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പൊ അവർക്കത് മനസ്സിലാവും. അപ്പൊ അവരത് ആ വോട്ട് കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ പരസ്യം നന്നായി. ആ പരസ്യത്തിന്റെ പൈസ സംഘപരിവാർ കൊടുത്ത് പരസ്യം വന്നത് CPM പേരിലാണെങ്കിലും വോട്ടിന്റെ ഗുണം ഉണ്ടായത് UDF.